എ ഡേ വിത്ത് മൈ പെറ്റ്സ്. കാരണം എനിക്കൊരു ഡോഗ് ഉണ്ട്, ടോക്കിയോ. അതൊരു ലാസാപ്സോ ബ്രീഡാണ്. നല്ല ഓർമ്മ ഉണ്ടോ? കണ്ടോ, യവന്മാര് മൂന്നുമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആം സൂപ്പർ ഹീറോ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് എ ഡേ വിത്ത് മൈ പെറ്റ്സ്. കാരണം എനിക്കൊരു ഡോഗ് ഉണ്ട്, ടോക്കിയോ. അതൊരു ലാസാപ്സോ ബ്രീഡാണ്. അതിനെ നമ്മൾ മേറ്റ് ചെയ്യിപ്പിച്ച് അതിന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 35 ദിവസമായി. അതിന്റെ ചെറിയ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു. അതിന്റെ കുട്ടികൾ ഒരു 6 കുട്ടികളുണ്ട്. 7 ഉണ്ടായിരുന്നു, ഒരെണ്ണം എൻ്റെ അമ്മയുടെ കൂട്ടുകാരി വന്ന് എടുത്തോണ്ട് പോയി. ഇനി 6 കുട്ടികളുണ്ട്. അപ്പോൾ അതിനേക്ക് ഇന്നൊന്ന് കുളിപ്പിക്കണം. ഗൈസ്, ഇതാണ് എൻ്റെ ടോക്കിയോ. ഇവളുടെ മുടിയെല്ലാം ഞാൻ വെട്ടി. കാരണം ഡെലിവറി ആയ സമയത്ത് കുട്ടികൾക്ക് പാലെടുക്കുക എളുപ്പത്തിനെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. ഇന്ന് എവളെയും കുളിപ്പിക്കണം. ഇനി അവളെ കുട്ടികളെ കാണിച്ചു തരാം. നല്ല ഓർമ്മ ഉണ്ടോ? അവന് പാലൊന്നും വേണ്ട. അപ്പോൾ ഗൈസ്, ഇതാണ് എന്റെ ടോക്കിയോ പിള്ളേരും. ടോക്കിയോ എന്ന് പറഞ്ഞാൽ ലാസാപ്സോ ബ്രീഡാണ്. അപ്പോൾ അതിനെ നമ്മൾ മേറ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നത് ചിപ്സുന്ന് വെച്ചിട്ടാണ്. കാരണം ലാസ ടു ലാസ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ക്വാളിറ്റി പപ്പീസ് കിട്ടുന്നത് ചിപ്സുന്ന് വെച്ച് മേറ്റ് ചെയ്യും. എന്റെ ഒരു ഫ്രണ്ടിന്റെ ഉണ്ട്, തായ്ലാൻഡ് ഇമ്പോർട്ട് പപ്പിയാണ് ചിപ്സു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതേ ചിപ്സുന്ന് വെച്ചാണ് മേറ്റ് ചെയ്യിപ്പിച്ചത്. അപ്പോഴും എനിക്ക് 9 പപ്പി ഉണ്ടായിരുന്നു. 9 ഏറ്റവും കൂടുതൽ കളർ ഉണ്ടായിരുന്നത് ബ്രൗണും വൈറ്റും ആയിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുറവായിരുന്നു. ഇപ്രാവശ്യം എനിക്ക് 8 പപ്പീസ് ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, ബ്രൗൺ കുറവാണ്. 2 ബ്രൗൺ ആണ് ഉണ്ടായിരുന്നത്. ഒന്ന് തന്നെ ഇവനും ഈ ബ്രൗൺ പാച്ച് ഉള്ളതും പിന്നെ ഒരു ചെറിയൊരു പാച്ച് ഉള്ളത്. അങ്ങനെ ടോട്ടൽ 8 പപ്പി ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം മാത്രമേ മെയിലുള്ളൂ, ബാക്കി എല്ലാം ഫീമെയിൽ ആണ്. മെയില് ഇതിൽ ഏതോ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. പിന്നെ ബാക്കിയുള്ള 2 പപ്പി സെയിൽ ചെയ്ത് കൊടുത്തായിരുന്നു. ഇനി എല്ലാത്തിനെയും കുളിപ്പിച്ച് വൃത്തിയാക്കി സ്പ്രേയൊക്കെ അടിച്ച് സെറ്റ് ആക്കണം. അപ്പൊ നമുക്ക് അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ എല്ലാത്തും പരിചയപ്പെടുത്തരാം. ഇതാണ് മേഘയുടെ ചിങ്കു. ഉള്ളതിൽ നല്ല സൈസ് ഉള്ള, നമുക്ക് സ്റ്റഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന പപ്പിയാണ്. എവിടെ ചിങ്കു എന്ന് വിളിക്കണേണ്. കുണി പോവുകയാണ്. ഉള്ളതിന് നല്ല സൈസിന്റെ അതിനുള്ള പപ്പിയാണ്. ഫീമെയിലാണ് ചിങ്കു. പിന്നെ 3 ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് എൻ്റെ ഉള്ളത്. ഇതിന് പേരിട്ടില്ല, ഒരമ്മ പെറ്റതുപോലെ. ബാക്കിയുള്ളവന്മാർ ഇതിന്റെ അടിയിൽ കയറി കിടന്നാണ്. ഇതെന്താണ് ഇതിന്റെ അടിയിൽ കയറി കിടന്നത് ഇവിടെ. നല്ല രസമാണ് കേട്ടോ കൊച്ചു പപ്പികളെ കാണാൻ. കണ്ടാ, യവന്മാര് 3 ബ്ലാക്ക് ആൻഡ് വൈറ്റ് സയാമി സെറ്റ്. ഏതാണ് മെയിലെന്ന് നോക്കട്ടെ. ഇവനാണ് മെയിൽ. ഈ ഒരൊറ്റ മെയിലെ എനിക്ക് ഇപ്രാവശ്യം ഉള്ളൂ, ബാക്കി എല്ലാം ഫീമെയിലാണ്. പിന്നെ ഇവൻ പകുതി ലിപ്സ്റ്റിക് ചുണ്ടനെ പോലെ ഇരിക്കും. കണ്ടാ, പകുതി വരെ ബ്ലാക്ക് ഉള്ളൂ, ബാക്കി പുറത്തില്ല. എന്താ കളറുടെ അങ്ങനെ ലിപ്സ്റ്റിക് ആടാ? നീ ഡായല്ല, എവളാണ്, പെണ്ണാണ്. കണ്ട, ഇവിടെ ഇത്ര ഇവന് ബ്ലാക്ക് ആണ് ചുണ്ടിന്റെ ഇവിടെ ഇത്ര ഇല്ല. ഇത് തന്തയുടെ അതേ കളറാണ്. ഇതും ഫീമെയിലാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിനാണ് കേട്ടോ. എനിക്ക് ഈ കളർ പാച്ചിന് ഭയങ്കര ഇഷ്ടം. പകുതി കണ്ണിന്റെ ഇവിടെ ഇത്രയും ഒരു ബ്രൗൺ ഇവിടെ ഇല്ല. മേഘയുടെ ഏറ്റവും ഇഷ്ടം ചിങ്കു. പാവം, നീ അതിനെ ഇപ്പോഴും ചിങ്കു വിളിക്കില്ല. ആരെയും വിളിച്ചോണ്ടോ പിന്നെ അത് വിളിയേക്കത്തില്ല. അപ്പൊ ഇവൻ കിടന്ന് ഭയങ്കര ഓട്ടം. തമ്മിലടിയാണ് മെയിൻ. നല്ല രസമാണ് കൊച്ചു പപ്പികളെ ഇങ്ങനെ നോക്കിയാൽ. തള്ള കണ്ടാൽ ഓടുന്നത്. നമുക്ക് ഓരോ പപ്പീനായിട്ടൊന്ന് കുളിപ്പിക്കാം. എല്ലാണവും ഈ കസേര ഇവിടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് കയറി എല്ലാണോ എനിക്ക് എന്താണെന്ന് അറിയണ്ട. ഇതിനകത്തൊക്കെയാണ് ഇഷ്ടം. ഇവിടെ കൊണ്ടുവച്ചാൽ ഇതിൻ്റെ അകത്ത് കയറി ചിപ്പുറത്തിട്ട എന്താണെന്ന് ഇതൊക്കെ ഇങ്ങനെ. വാ ലെറ്റ് സ്റ്റാർട്ട് ദ ഓപ്പറേഷൻ. പട്ടിക്കുട്ടിയെ കുളിപ്പിക്കണം. മേഘ എന്നെ തുടച്ച് ഡ്രൈയറൊക്കെ വെച്ച് ഉണക്കി സെറ്റ് ചെയ്യണം. അപ്പൊ ഇതിനെ ഇതുവരെ ജസ്റ്റ് തുടച്ചെടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 40 ദിവസം കഴിഞ്ഞാൽ പിന്നെ എന്നെ കുളിപ്പിക്കാൻ പോവുകയാണ്. ഇതിന്റെ മുടിയൊന്നും ഇല്ലെങ്കിൽ ഒരു ഇച്ചിരി ഉള്ളത് മുടിയിലാണ് ഈ സാധനമൊക്കെ പിടിച്ചിരിക്കണം. ഇത് നല്ലപോലെ നമ്മൾ കെയർ ചെയ്യണം.
ഗൈസ് പട്ടിക്കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ കുളിപ്പിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഇത് വെച്ച് കൊടുക്കാം. ഇതിന് തൈര് ഭയങ്കര ഇഷ്ടമാണ്. തൈര് വെച്ച മണ്ണുമണാന്ന് ഇപ്പം വന്ന് അടിക്കും. മണ്ണുമണാന്ന് അടിക്കും. ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് തൈര് മടുമടാന്നിരുന്ന് അടിക്കും. ഇനി ഇത് അടിച്ചു കഴിഞ്ഞിട്ടൊരു കിടന്നുറക്കമുണ്ട്. അപ്പൊ ഗൈസ് ഇത് ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ചെറിയൊരു വ്ളോഗാണ്. ഡേ വിത്ത് മൈ പെറ്റ്സ്. പിന്നെ എല്ലാത്തിനും കുളിപ്പിച്ച് സെറ്റാക്കി ഫുഡും കൊടുത്ത് എല്ലാം മത്തടിച്ചത് ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും എന്റെ പപ്പീസ് എല്ലാം സെയിലായി കാണും. സെയിൽ ആയില്ല എന്നുണ്ടെങ്കിൽ കമന്റിൽ നമ്പർ ഉണ്ടെങ്കിൽ അതിൽ വിളിച്ചാൽ മതി. അപ്പൊ അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ ഗൈസ്.